കാരുണ്യവില്ലാസ്. കിഴക്കമ്പലം ഫൊറോനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് പുഞ്ചപുതുശ്ശേരി അച്ഛൻ ദാനമായി നൽകിയ 2 ഏക്കർ സ്ഥലത്ത് ഭവനരഹിതർക്കായി നിർമ്മിക്കുന്ന 125 ഭവനങ്ങളുടെ ആദ്യഘട്ടത്തിന്റെ താക്കോൽദാനം പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച പാറേക്കാട്ടിൽ പിതാവിന്റെ ജന്മശതാബ്ദി സ്മാരകമായി ഇവിടെ നിർവഹിക്കപ്പെടുന്നു. അഭിവന്യ തോമസ് ചക്കേത്ത് പിതാവ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസിന് നൽകുന്ന താക്കോൽ സോഷ്യൽ സർവീസ് ഡയറക്ടർ തോമസ് വൈക്കത്ത് പറമ്പിൽ അച്ഛന് നൽകിക്കൊണ്ട് താക്കോൽ ദാനകർമ്മം നിർവഹിക്കുന്നതിനും അനുസ്മരണ സന്ദേശം നൽകുന്നതിനുമായി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി KV തോമസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ജന്മശതാബ്ദി കാരുണ്യവില്ല. എറണാകുളം അങ്കമാലി അതിരൂപത അതിർത്തിയിൽ സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത നിർധനരായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതിയാണ് കർദിനാൾ പാറേക്കാട്ടിൽ ജന്മശതാബ്ദി കാരുണ്യവില്ല പദ്ധതി. അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തന വിഭാഗമായ വെൽഫെയർ സർവീസസിന്റെ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടവക വികാരിമാരിൽ നിന്നുള്ള സാക്ഷ്യപത്രത്തോടൊപ്പം വെൽഫെയർ സർവീസസ് ഓഫീസിൽ നൽകിയ അപേക്ഷകളിൽ നിന്നാണ് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത്. കിഴക്കമ്പലം ഫൊറോനയിലെ ഞാറല്ലൂർ ഇടവക അതിർത്തിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് പുഞ്ചപുതുശ്ശേരി അച്ഛൻ സംഭാവന നൽകിയ സ്ഥലത്താണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സന്മനസ്സുള്ളവരിൽ നിന്നുള്ള സംഭാവനയാണ് ഈ സംരംഭത്തിന്റെ മൂലധനം. 124 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടമായി 24 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. വീടുകൾക്കൊപ്പം മഴവെള്ള സംഭരണി പോലുള്ള അവശ്യ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 29 ആദ്യഘട്ടത്തിന്റെ ആശീർവാദവും 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തുന്നു. അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറൻഡ് ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവേ, അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് ജോസഫ് ചെന്നോത്ത്, അഭിവന്യ ചഖ്യാത്ത് പിതാവേ, സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത് പിതാവേ, പ്രിയങ്കരനായ ശ്രീ MP വീരേന്ദ്രകുമാർ, നമ്മുടെ MLA ശ്രീ ഹൈബി ഈഡൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ശ്രീ പെരുമ്പിടവം ശ്രീധരൻ, പ്രിയങ്കരനായ പ്രശാനന്ദ സ്വാമി, പ്രിയപ്പെട്ട പുരോഹിത ശ്രേഷ്ഠന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 1 നൂറ്റാണ്ട് മുമ്പ് ജനിച്ച് നമുക്കിടയിൽ ജീവിച്ച് ആത്മീയതയുടെയും മതസൗഹൃദത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രകാശം പരത്തി ദൈവസന്നദ്ധയിലെത്തിയ അഭിവന്യ മാർ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി പ്രണാമം അർപ്പിക്കുന്നു. പിതാവിൻ്റെ ജന്മശതാബ്ദി ആചരണത്തിൽ പങ്കുചേരാനും പിതാവിൻ്റെ നാമധേയത്തിലുള്ള കാരുണ്യവിലാസിൻ്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് ഈശ്വര അനുഗ്രഹമായി കാണുന്നു. ആഗോള ക്രൈസ്തവ സഭയ്ക്ക് ഭാരതം നൽകിയ മാണിക്യമാണ് പാറേക്കാട്ടിൽ പിതാവ്. ശ്രേഷ്ഠനായ സന്യാസി വര്യൻ, ജനസേവകൻ, ക്രാന്തദർശി, മതേതരത്വത്തിൻ്റെ പ്രചാരകൻ എന്നീ നിലകളിലെല്ലാം പാറേക്കാട്ടിൽ പിതാവിനെ നമുക്ക് വിലയിരുത്താം. അസാമാന്യ കഴിവുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും ആകർഷിക്കുകയും അവർക്ക് നന്മയുടെ വഴികാട്ടിക്കൊടുക്കുകയും ചെയ്ത ജനകീയ വൈദിക ശ്രേഷ്ഠനായിരുന്നു പിതാവ്. സ്പർദ്ധയ്ക്കുമേൽ കാരുണ്യത്തിൻ്റെ ലേപനം ചാർത്തിയാണ് അദ്ദേഹം മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും വാക്കുകളും പ്രവൃത്തികളും വിഭിന്നമായിരുന്നില്ല. സ്നേഹം കൊണ്ട് ആരെയും കീഴ്പ്പെടുത്തുന്ന ശൈലിയായിരുന്നു പാറേക്കാട്ടിൽ പിതാവിൻ്റെത്. അവിശ്വാസികൾ പോലും പാറേക്കാട്ടിൽ പിതാവിനെ വിശ്വസിക്കുകയും
അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ജന്മം കൊണ്ട് ഭാരതീയനും സംസ്കാരം കൊണ്ട് ഹൈന്ദവനും വിശ്വാസം കൊണ്ട് ക്രൈസ്തവനുമാണെന്ന പാറേക്കാട്ടിൽ പിതാവിൻ്റെ സന്ദേശം നാനാജാതി മതസ്ഥരായ ഭാരത ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരവും ആദരവും നേടിക്കൊടുത്തു. ഭാരതത്തിലെ ക്രൈസ്തവ സഭയിൽ പരിവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ചതും പാശ്ചാത്യ പൗരസ്ത്യ സമ്പ്രദായങ്ങളിലും കീഴ്വഴക്കങ്ങളിലും കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ഭാരത സംസ്കാരത്തിൻ്റെ ദർശനവും മൂല്യവും പകർന്നു നൽകിയത് പാറേക്കാട്ടിൽ പിതാവായിരുന്നു. ഭാരതവൽക്കരണമെന്ന പിതാവിൻ്റെ ആശയത്തിന് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നാം ജീവിക്കുന്ന നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഉൾക്കൊള്ളണമെന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ഉറച്ചതായിരുന്നു. ആദ്യം നീരസം പ്രകടിപ്പിച്ചിരുന്ന പലരും പിന്നീട് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ആശയത്തോട് യോജിക്കുകയായിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പറയേണ്ട വേദികളിൽ മാത്രം പറയുകയും പക്വതയാർന്ന വിവേകപൂർണമായ സമീപനം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പരസ്യമായ ഏറ്റുമുട്ടലോ വിലപേശലോ പാറേക്കാട്ടിൽ പിതാവിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. ആത്മീയതയിലൂടെ ജനങ്ങളെ ഭൗതികതയുടെ ഉന്നതിയിൽ എത്തിച്ചിരുന്നു. സഭയ്ക്ക് ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഭൗതിക കാര്യങ്ങളിലും സേവന മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് പിതാവ് വരച്ചുകാട്ടി. പാറേക്കാട്ടിൽ പിതാവ് തുടക്കം കുറിച്ച എറണാകുളം ലിസി ആശുപത്രി, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നിവ ഇന്നും ആ പാരമ്പര്യം കൈവിടാതെ സാധാരണക്കാരുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു. ഭാരതമാതാ കോളേജ്, കലാഭവൻ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ പാറേക്കാട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചതാണ്. 2 മാർപ്പാപ്പമാരുമായി, ജോൺ പോൾ ഒന്നാമനും രണ്ടാമനുമായും അടുത്ത് പ്രവർത്തിക്കാൻ പാറേക്കാട്ടിൽ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് താക്കോൽദാനം നിർവഹിക്കുന്ന കാരുണ്യവില്ലാ പദ്ധതി പാറേക്കാട്ടിൽ പിതാവിന് ജന്മശതാബ്ദി വേളയിൽ അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ അർച്ചനയാണ്. പാവപ്പെട്ടവർക്ക് പാർപ്പിടം എന്ന ആശയത്തിനാണ് പിതാവ് മുൻഗണന നൽകിയിരുന്നത്. സർക്കാർ തലത്തിൽ 1,00,000 വീട് പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാവപ്പെട്ടവർക്ക് 5000-ഓളം വീടുകൾ പിതാവ് സൗജന്യമായി നിർമ്മിച്ച് നൽകിയത് നമുക്കറിയാം. പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് പ്രത്യേക കവർ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര തപാൽ വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വർഷം ഇറക്കേണ്ട സ്റ്റാമ്പുകളെക്കുറിച്ച് മുൻകൂട്ടി തീരുമാനമെടുത്തതുകൊണ്ടാണ് സ്റ്റാമ്പ് ഈ വർഷം ഇറക്കാൻ കഴിയാത്തത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അഭിമന്യ പാറേക്കാട്ടിൽ പിതാവ് തുടങ്ങിവെച്ച പരിവർത്തനത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നീങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ്. ദൈവത്തിൻ്റെ സ്നേഹം നവ്യമായ ഒരു ആത്മമൂല്യമായി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തന മേഖലയ്ക്കുള്ള വെളിച്ചമാക്കി മാറ്റുന്ന വ്യക്തിയാണ് വരാപ്പുഴ അതിരൂപതാ മെത്രാപ്പൊലീത്ത മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ്. ഉദാത്തമായ ജീവിത മാതൃകയ്ക്ക് മകുടോദാഹരണമായ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സീറോ മലബാർ സഭയുടെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും പരമാധ്യക്ഷനായ അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, നമുക്കേവർക്കും പ്രിയങ്കരനായ കേരള മുഖ്യമന്ത്രിയും ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനുമായ ശ്രീ ഉമ്മൻചാണ്ടി, ജപ്പാനിലെ അപ്പസ്റ്റോലിക് നൂൺസിയോയും എൻ്റെ സഹപാഠിയുമായ അഭിവന്യ ജോസഫ് ചേന്നോത്ത് പിതാവേ, കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ കെ വി തോമസ്,
MP വീരേന്ദ്രകുമാർ, സ്ഥലം MLA ഹൈബി ഈഡൻ, കൊച്ചി മേയർ ശ്രീ ടോണി ചമ്മണി, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സുപ്രസിദ്ധ സാഹിത്യകാരനുമായ ശ്രീ പെരുമ്പടവം ശ്രീധരൻ, ശ്രീ പ്രശാനന്ദ സ്വാമി, അഭിവന്യ ചക്യാതി പിതാവേ, സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹവാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, എറണാകുളം അതിരൂപതയ്ക്ക് ദൈവം നൽകിയ വലിയ ഒരു സമ്മാനമായിരുന്നു, അനുഗ്രഹമായിരുന്നു അഭിവന്യ കർദിനാൾ മാർ ജോസഫ് പാറേക്കട്ടിൽ പിതാവ്. പിതാവിനെ 1970-കളിലാണ് ഞാനൊരു വൈദികനായിരുന്ന ആ കാലഘട്ടത്തിൽ അഭിവന്യ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്തയായിരുന്ന ജോസഫ് കേളന്ദ്ര പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ എന്ന നിലയിൽ പിതാവിൻ്റെ അരികിൽ പല പ്രാവശ്യം പോകുന്നതിനും സംഭാഷണം, അഭിവന്യ പിതാക്കന്മാർ തമ്മിലുള്ള സംഭാഷണം കേൾക്കുവാനുമൊക്കെയുള്ള ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അഭിവന്യ ജോസഫ് കർദിനാൾ പാറേക്കട്ടിൽ പിതാവിനെ ഈ അവസരത്തിൽ ഓർമ്മിക്കുവാൻ അതിയായ സന്തോഷം മാത്രമാണുള്ളത്. അന്നത്തെ വരാപ്പുഴ അതിരൂപതാധ്യക്ഷനും എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷനും രണ്ടുപേരും ജോസഫുമാരായിരുന്നു. മാർച്ച് മാസം 19-ാം തീയതി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസം രണ്ടുപേരുടെയും നാമഹേതുക തിരുനാൾ. ആ നിമിഷങ്ങൾ സന്തോഷത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. രണ്ട് മെത്രാപ്പോലിത്തമാരും രണ്ട് ജോസഫുമാർ പരസ്പരം സൗഹൃദ തിരുനാൾ ആശംസകൾ കൈമാറുന്ന രംഗം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. തലേ ദിവസം 18-ാം തീയതി വരാപ്പുഴ മെത്രാപ്പൊലീത്ത മന്ദിരത്തിൽ നിന്ന് പിതാവിൻ്റെ കൂടെ അച്ഛന്മാരും കർദിനാൾ ഹൗസിലേക്ക് പോകുന്ന രംഗം. അവിടെ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവ് വിടർന്ന പുഞ്ചിരിയുമായി ഞങ്ങളെ സ്വീകരിക്കുന്ന രംഗം. ഏതാണ്ട് 1 മണിക്കൂറോളം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന നിമിഷങ്ങൾ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ആദർശങ്ങളും ചിന്തകളുമൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്ന അവസരം. ഇങ്ങനെയുള്ള നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇന്ന് സജീവമായി വരികയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദീപിക പത്രത്തിലെ സപ്ലിമെൻറ്റിലും സത്യദീപം പത്രത്തിലും കണ്ട ആ വിടർന്ന പുഞ്ചിരിയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ പാറേക്കാട്ടിൽ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടുതൽ സജീവമാകുകയായിരുന്നു. പാറേക്കാട്ടിൽ പിതാവ് യേശുക്രിസ്തുവിൻ്റെ അതേ പാത തുടർന്ന് ജീവിച്ച ഒരു വലിയ മനുഷ്യൻ, ശ്രേഷ്ഠ പുരോഹിതൻ, വലിയ ഇടയൻ. യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന അനേകരെ കണ്ടപ്പോൾ ആർത്തരും ആലംബഹീനരുമായ മനുഷ്യ സമൂഹം ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന അവസരത്തിൽ കർത്താവ് അവരെ കണ്ട നിമിഷത്തിൽ തന്നെ പറഞ്ഞു, ഈ ജനങ്ങളോട് എനിക്ക് അനുകമ്പ തോന്നുന്നുവെന്ന്. അനുകമ്പ തോന്നുക മാത്രമല്ല, അവരോട് സംഭാഷിക്കുവാൻ തുടങ്ങുന്ന ക്രിസ്തു അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക്, പ്രത്യേകിച്ച് ദൈവികമായ ചിന്തകൾ കൊണ്ട് ദൈവാനുഭവത്തിലേക്ക് അവരെ വളർത്തുന്നതിന് വേണ്ടി ക്രിസ്തു അവരോട് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത ശേഷം അവർക്ക് ഭക്ഷണം നൽകുന്ന
അവരെ പോഷിപ്പിക്കുന്ന, ശാരീരികമായി പരിപോഷിപ്പിക്കുന്ന രംഗവും സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് 1953 എറണാകുളം അതിരൂപതയുടെ സഹായമെത്രനായി അവരോധിക്കപ്പെട്ട നിമിഷം മുതൽ തൻ്റെ അതിരൂപതയിലെ തനിക്കേൽപ്പിക്കപ്പെട്ട ജനങ്ങളുടെ നേരെ ക്രിസ്തുവിനെ പോലെ അനുകമ്പാർദ്രമായ മനസ്സോടും ഹൃദയത്തോടും കൂടി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ പാർശ്വവത്കരിക്കപ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തെ പ്രത്യേകിച്ച് അവരുടെ നേരെ പിതാവ് കാണിച്ച ശ്രദ്ധയും പ്രതിബദ്ധതയും വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനസമൂഹത്തെ, പരാശ്രയത്തിൽ ജീവിച്ചിരുന്നവരെ പരസ്പരാശ്രയത്തിലേക്കും, പരസ്പരാശ്രയത്തിൽ നിന്ന് സ്വയാശ്രയത്തിലേക്കും, സ്വയാശ്രയത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്കും വളർത്തി വലുതാക്കുവാൻ അഭിവന്യ ജോസഫ് പാറേക്കാട്ടിൽ കർദിനാൾ പിതാവ് ചെയ്ത പ്രവർത്തനങ്ങൾ എത്രയോ മനോഹരങ്ങളായിരുന്നു, എത്രയോ അർത്ഥവത്തായിരുന്നു. ആ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ രംഗങ്ങളിലും സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലും ഒക്കെ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്കേവർക്കും ഏറ്റവും അർത്ഥവത്തായ കാര്യങ്ങളായി മാറുകയാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ച് അഭിവന്യ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവിൻ്റെ കാലത്ത് ആരംഭിച്ച സേവ് എ ഫാമിലി എന്നുള്ള ആ മഹാപ്രസ്ഥാനം ഒരു കുടുംബത്തെ രക്ഷിക്കുക, ഭവന പദ്ധതികൾ, പ്രത്യേകിച്ച് ഭവനങ്ങളില്ലാതിരുന്നവർക്ക് മനുഷ്യയോഗ്യമായ വിധത്തിൽ താമസിക്കുന്നതിന് തക്ക വിധത്തിലുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല, ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുവാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയായിരുന്നു. വേണമെങ്കിൽ എറണാകുളം അതിരൂപതയിൽ മാത്രം ഒതുക്കി നിൽക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നുവെങ്കിലും സഭയുടെ, സാർവത്രിക സഭയുടെ സാർവത്രികമായ സ്വഭാവം പൂർണ്ണമായും ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതിയിൽ പങ്കുചേരുവാൻ വേണ്ടി മറ്റ് രൂപതകൾക്ക് വാതിൽ തുറന്നു കൊടുത്ത ആ മഹാവ്യക്തിത്വം ഇന്നും നമ്മുടെ മനസ്സിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം ചെയ്ത ഇപ്രകാരമുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫലം കൊയ്യുന്ന ജനസമൂഹമാണ് ഇന്നത്തെ ഈ പ്രദേശത്ത് വസിക്കുന്നവരും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനവുമെന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അഭിവന്യ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യവും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ശുപാർശകളുമൊക്കെ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ഏറ്റവും യോഗ്യമായ വിധത്തിലുള്ള സന്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, പ്രത്യേകിച്ച് സഭാപ്രവർത്തനങ്ങളിൽ, ആരാധനക്രമത്തിൽ അതെല്ലാം അതിൻ്റെ പ്രതിഫലനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായ വിധത്തിൽ ആക്കിത്തീർക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സഭ ദൈവികമായ ദൗത്യം നിർവഹിക്കേണ്ടത് ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരത്തിൽ വേരൂന്നിക്കൊണ്ട് ആത്മീയ പൈതൃകം സ്വാംശീകരിച്ചുകൊണ്ട് പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് സഭ ദൈവികമായ ദൗത്യം നിർവഹിക്കേണ്ടത് എന്നുള്ള വലിയ സന്ദേശമാണ് അഭിവന്യ കർദിനാൾ
ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജീവിതം വഴി, പ്രവർത്തനം വഴി, ചിന്തകൾ വഴി, ദർശനങ്ങൾ വഴി നാം ഉൾക്കൊള്ളേണ്ടത്. നീണ്ടു സംസാരിക്കുന്നില്ല. ഇപ്രകാരമുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഭിവന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന് ഒരുപക്ഷേ പല വേദികളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ, കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതം കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലയുന്ന ഒരു വിമാനം പോലെയാണ്. ആ വിമാനത്തിലെ വൈമാനികർ കൊടുങ്കാറ്റിൽപ്പെട്ട വിമാനത്തെ നിർത്തുവാനോ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുവാനോ അല്ല അവർ പരിശ്രമിക്കുന്നത്, സാധ്യമല്ലാത്തതുകൊണ്ട്, മറിച്ച് കൊടുങ്കാറ്റിലൂടെ ഉലയുന്ന ആ വിമാനത്തെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ മനസാന്നിധ്യത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ള വചനങ്ങൾ അദ്ദേഹം നൽകിയപ്പോൾ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇപ്രകാരമുള്ള നിമിഷങ്ങളിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചതും പ്രവർത്തിച്ചതും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വിശ്വസ്തതാപൂർവം ജനങ്ങളുടെ, തന്നെ സഹായിക്കുന്ന വൈദികരുടെ, സന്യസ്തരുടെ, ദൈവജനം മുഴുവൻ്റെയും സമഗ്രമായ വിമോചനവും ദൈവാനുഭവത്തിലൂടെ അവരെ നയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ആ ചിന്തയോടുകൂടി മുന്നോട്ട് പോയ അഭിവന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അത് കത്തിച്ചൊലിക്കുന്ന ഓർമ്മകളാണ് എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സുവിശേഷത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായിക്കൊണ്ട് ജപ്പാനിലെ അപ്പസ്തോലിക് നൂൻഷ്യോവായി സേവനം ചെയ്യുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേന്നോത്ത് സീറോ മലബാർ സഭയുടെ അഭിമാനമാണ്. ഭാഗ്യസ്മരണാർഹനായ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ ജീവിതരേഖ പിതാവിന്റെ സാരഥിയും സഹായിയുമായിരുന്ന ദേവസ്യ ചേട്ടന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതിനായി മാർ ജോസഫ് ചേന്നോത്ത് പിതാവിനെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. Your Eminence, President, Honorable Chief Minister just left, Minister, Honor, Your Grace, Your Excellencies, Sirs, Reverend Fathers, Reverend Sisters, distinguished guests, ladies and gentlemen. It's a great honor and privilege for me to have been invited to release this Jivita Rekha of the late Cardinal Joseph Parekattil, Archbishop of Ernakulam, in connection with the centenary celebrations of his birth on the 1st of April 1912 at Kidangur. I have joyfully just handed over a copy of the Jivita Rekha to Cardinal's long-time and faithful associate or helper, Mr. Devasi. What I'm going to say is based on my contacts with the late Cardinal Parekattil since 1960,
and 2 years of stint as his private secretary from 1971 to 1973, when I began to appreciate the selfless service of the Cardinal's secretary, Father Jacob Ehrenhardt. I have no doubt that Cardinal Parekattil was a holy man of God, a man of prayer, a man of long vision, a man of great learning, understanding, and compassion for the poor, the needy, and the downtrodden. Extraordinary was his proficiency in the use of media, both written and spoken. His eminence was always available to people, both great and small. In the words of Rudyard Kipling, he knew how to talk to the crowds and keep his virtue and walk with the kings, nor lose the common touch. Quite remarkable was his zeal to implement the decrees of the Second Vatican Council and implement and translate them to the Indian context in harmonious collaboration with other cardinals, archbishops, and bishops, and eminent men and women of the Latin and Syro-Malabar and Syro-Malankara rites. Focusing on the decrees on the church in the modern world and her relationship with non-Catholic and non-Christian religions, he believed in dialogue as a means worthy of man to get to know other religious traditions and cultures and to settle the differences of opinion. The late Cardinal Parekattil worked indefatigably for the inculturation of faith, promotion of justice and understanding with other confessions and beliefs. His contribution in the fields of education, healthcare, and development has been precious and is here for all to see. He was also a strong defender of moral and religious values and a staunch advocate of family as the bedrock of society. May his noble soul rest in peace and be an inspiration to the public at large. Thank you. ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന തിരുമേനി പിതാവ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ മോസ്റ്റ് റെവറൻഡ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ, ആർച്ച് ബിഷപ്പ് ജോസഫ് ചെന്നോത്ത്, കെ വി തോമസ്, ഹൈബി ഈരൻ പെരുമ്പടം ശ്രീധരൻ, ആരാധനായ പ്രശാനന്ദ സ്വാമി എഡ്രിക് ബിജു ജോൺ, സെബാസ്റ്റ്യൻ എടയേന്ദ്രത്ത്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ചുരുക്കം വാക്കുകൾ മാത്രം. കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ തിരുമേനിയെ ക്രൈസ്തവ സഭ മാത്രമല്ല ഓർക്കുന്നത്, മറ്റ് മതവിശ്വാസികളും വളരെ ആദരവോടുകൂടി പാറക്കാട്ടിലിനെ ഓർക്കുന്നുണ്ട്. ഇത് ഞാൻ ആലങ്കാരികമായി പറയുന്ന വാക്കുകളല്ല. നമ്മുടെ രാജ്യത്ത് മതപ്രവർത്തനവും അതുപോലെയുള്ള വിശ്വാസങ്ങളുടെ കാര്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരടഞ്ഞ മനസ്സിലിരുന്ന് അവരുടെ കാര്യങ്ങൾ മാത്രം വിശ്വാസവും നിമന്ത്രിച്ച് കഴിയേണ്ട കർമ്മമാണ് എന്ന് ധരിച്ചതിൻ്റെ നടുവിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ
ഒരു പ്രകാശഗോപുരമായി കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ തിരുമേനി ഒരു സൂര്യ തേജസ്സായി വന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മപഥവും അദ്ദേഹം നേടിയ ഉയർച്ചയുമെല്ലാം എല്ലാവർക്കും അറിയാം. ഒരു കുഗ്രാമത്തിൽ ജിൻറ്റി സഭയുടെ ഈ സ്ഥലത്തിന് അടുത്ത ഗ്രാമത്തിൽ ജനിച്ച് അദ്ദേഹം ഇവിടുത്തെ സഭയുടെ മാത്രമല്ല, ലോക ക്രൈസ്തവ സഭയുടെ ഉന്നതങ്ങളിലെത്തി. ജോൺ പോൾ ഒന്നാമനും രണ്ടാമനുമായി അടുത്തിടപഴകി അദ്ദേഹം വൈദികനായി, ബിഷപ്പായി, ആർച്ച് ബിഷപ്പായി, കർദിനാളായി. അതുമാത്രം കൊണ്ടായില്ല, ആ സ്ഥാനങ്ങളിലെല്ലാം കൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ നമ്മൾ ചെയ്യുമെന്ന് കരുതിയിരുന്നത്, അതിലും അപ്പുറമുള്ള മണ്ഡലങ്ങൾ അദ്ദേഹം ശോഭിച്ചു. വിശ്വാസത്തിൽ മാത്രം ഊന്നി നിന്ന് പ്രവർത്തിച്ചാൽ പോരാ. അവിശ്വാസികൾ മറ്റ് വിശ്വാസികളെയും അവരുമായിട്ടുള്ള സൗഹാർദ്ദവും ഇടപെടലും ആവശ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വിഭിന്ന മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഉപസംസ്കാരങ്ങളും എല്ലാമുള്ള ഒരു രാഷ്ട്രമാണ്. ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാഷ്ട്രം ഇന്നും ഒരു രാഷ്ട്രമായി നിലകൊള്ളുന്നു എന്നുള്ളത് ലോകത്തിലെ തന്നെ അത്ഭുതമാണ്. യൂഗോസ്ലോവിയ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, ഇപ്പോൾ സെർബിയ എന്ന് പറയുന്ന രാജ്യം എന്നീ 7 രാഷ്ട്രങ്ങളായി. സോവിയറ്റ് യൂണിയൻ 16 രാഷ്ട്രങ്ങളായി. അങ്ങനെ ലോകത്തിൽ പല ഭാഗങ്ങളിലും ശിഥിലീകരണം സംഭവിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യം ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു മഹാ അത്ഭുതമാണ്. പാറക്കാട്ടിൽ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുകയും ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിവരയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വേണ്ടത് സ്വാംശീകരിക്കുകയും തൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും, ഏതുപോലെ ശരീരത്തിലെ ചർമ്മം വേണ്ടാത്തതൊന്നും ശരീരത്തിൽ കടത്തിവിടുന്നില്ലയോ, അതേ അവസരത്തിൽ വേണ്ടതെല്ലാം പുറത്തുനിന്ന് വരേണ്ട സാഹചര്യം ഒരു ജീവനുണ്ട്. അതുപോലെ തൻ്റെ വിശ്വാസത്തിൽ പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു പാറക്കാട്ടിൽ തിരുമേനി. അദ്ദേഹം ആതുരസേവനം നടത്തി. അദ്ദേഹം വിശ്വാസം എന്നുള്ളത് വെറും പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ആ സഹജീവികൾക്ക് കാരുണ്യത്തിൻ്റെ അമൃതവർഷം ചൊരിഞ്ഞാൽ മാത്രമേ ആ വിശ്വാസത്തിന് പ്രസക്തിയുള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ, വെസ്റ്റ് ജർമ്മൻ ചാൻസലർ അഡനോറോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ലിസി ഹോസ്പിറ്റലിലേക്ക് സംഭാവനയാണ്. എവിടെ പോയാലും അദ്ദേഹം കൈനീട്ടിയിരുന്നു, സംഭാവന ചോദിച്ചിരുന്നു, ഒരർത്ഥത്തിൽ യാചിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയല്ല, പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക്, വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക്. ഉമ്മൻചാണ്ടിയുടെ അതേക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എവിടെയെല്ലാം ദുഃഖമുണ്ടോ, എവിടെയെല്ലാം കണ്ണീരുണ്ടോ, അതൊപ്പാൻ ഈ വിശ്വാസി തയ്യാറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മഹാമണ്ഡലത്തിൽ അദ്ദേഹം പലരെയും ഒത്തുചേർത്തിരുത്തി. പലരും വിമർശിച്ചു, അദ്ദേഹം അതിന് വിധേയനായിട്ടുണ്ട്, അദ്ദേഹം വേദനിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ദൃഢചിത്തതയ്ക്ക് ഭംഗം വരുത്തിയില്ല. കൂടുതൽ ഒരു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ വിശ്വാസം അദ്ദേഹം കൂടുതൽ വലിയൊരു മനസ്സിൻ്റെ ഉടമയാവുകയും അതുപോലെ തന്നെ വിശ്വാസത്തിൽ എല്ലാ പീഡനങ്ങളും സഹിച്ച് ഉറച്ചു നിൽക്കുവാൻ കരുത്ത് നൽകുകയും ചെയ്തു. ഇന്ന് നമ്മൾ ആ പിതാവിനെ ഓർക്കുമ്പോൾ അത് വെറും ഓർമ്മ മാത്രം, നന്ദി പ്രകടനം കൂടിയാണ്. ഇന്ന് നമ്മൾക്ക് മറന്നുപോയൊരു കാര്യം അതാണ്. എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം അനുഭവിച്ചാലും അതേത് സ്രോതസ്സിൽ നിന്ന് വന്നോ ആ സ്രോതസ്സുകൾ നാം മറക്കാറുണ്ട്. ഒരിക്കൽ ഒരു വലിയ ആൾ പറഞ്ഞു അത്രേ, നന്ദി എന്ന് പറയുന്ന രോഗമാണ് എന്ന്. നന്ദി ഒരു രോഗമല്ല, നന്ദി മനുഷ്യൻ്റെ ഗുണമാണ്. അത് നായ്ക്കൾക്ക് മാത്രം പറഞ്ഞതൊന്നുമല്ല. നമ്മൾക്ക് നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പാറക്കാട്ടിലെ ഓർമ്മ പുതുക്കുന്ന ജന്മശതാബ്ദിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ നമ്മൾ ആ വലിയ മനുഷ്യനെ ഓർക്കുക മാത്രമല്ല,
ആ വലിയ മനുഷ്യൻ നന്ദി പറയുകയും കൂടി ചെയ്യുകയാണ്. തലമുറകൾക്കുള്ള നന്ദി ഏതെങ്കിലും വ്യക്തിയുടെ നന്ദിയല്ല, സമൂഹത്തിനും വരുന്ന തലമുറകൾക്കും ഈ പ്രതിഭാശാലിയും വിശ്വാസിയും അതുല്യ തേജസ്സുമായിരുന്ന ഈ മഹാമനുഷ്യൻ അദ്ദേഹം അനുഷ്ഠിച്ച കർമ്മങ്ങൾ ഇന്നും ദീപസ്തംഭങ്ങളായി നമ്മുടെ ഇടയിലുണ്ട്. ആ വിളക്ക് കെട്ടുപോയിട്ടില്ല, അത് കൂടുതൽ പ്രകാശമാനമാവും. നമ്മളെ തൊട്ടുണർത്തുന്നവരോട് നമ്മളെന്നും നന്ദി പറയണം. പാറക്കാട്ടിൽ തിരുമേനി നമ്മളെ തൊട്ടുണർത്തിയ വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനീളം അദ്ദേഹം ആ കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം വാക്കുകൾ പറയാറുണ്ട്. എത്ര സമയം കിട്ടിയാലും ആ മഹാ തേജസ്സിനെ പറ്റിയുള്ള വിവരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അദ്ദേഹം കാൻഡിയിൽ പഠിച്ചു, തത്വശാസ്ത്രത്തിലും അങ്ങനെ പലതിലും അദ്ദേഹം നേടിയ അഗാധമായ വിജ്ഞാനം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വലിപ്പം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ടതോ അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും എല്ലാം വലിയവനായിട്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹം കൂടുതൽ വലിയവനാവുന്നത് എത്രയും ചെറിയ ആളുകളിലും വലിപ്പം കാണുന്നത് കൊണ്ടാണ്. നമ്മൾ ഒരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വലിയ ആളുകളാണ് എന്ന് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ വലിയവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വലിയ ആളുകളാണെന്ന് തോന്നും. അങ്ങനെ എത്ര ചെറിയ ആളോടും നീ വലിയവനാണ്, നീ വിശ്വാസിയാണ്, നീ വലിയവനാണ് എന്ന് തോന്നിപ്പിക്കുന്ന വലിപ്പം, പലർക്കുമില്ലാത്ത മഹത്വം കർദിനാൾ തിരുമേനിയുടെ സ്വന്തമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഓർക്കപ്പെടേണ്ടുന്ന ഒരു വലിയ പ്രതിഭ. അദ്ദേഹത്തെ നമ്മൾ ഇന്ന് നന്ദിയോടുകൂടി ഓർക്കുകയും ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ കൂടുതൽ ദീപ്തമായി പാറക്കാട്ടിലെ ഓർമ്മകൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മളെന്നും ഇന്ന് ചുറ്റും കാണുന്ന ഇരുട്ടിൽ, മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ പലരും മുഷ്ടി ചുരുട്ടുകയും ആക്രോശിക്കുകയും കൊല നടത്തുകയും അവിടെയാണ് വിശ്വാസം വളരുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് താങ്ങായി, തണലായി, ആശ്വാസമായി, നിഴലായി പാറക്കാട്ടിൽ തിരുമേനിയുടെ ഓർമ്മകളുണ്ടാവും. എത്രയും വാക്കുകൾ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ഇന്ന് ഈ സദസ്സിൽ പങ്കെടുത്ത നമ്മൾക്ക് എല്ലാവർക്കും പാറക്കാട്ടിൽ തിരുമേനിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ജന്മശതാബ്ദി സമ്മേളനത്തെ അനുസ്മരണ സന്ദേശങ്ങളാൽ ധന്യമാക്കുവാനായി നമുക്കിവിടെ വിശിഷ്ടാതിഥികളുണ്ട്. ഒരു സങ്കീർത്തനം പോലെ നമ്മുടെ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന പാറേക്കാട്ടിൽ പിതാവിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ശ്രീ പെരുമ്പടവം ശ്രീധരനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധ്യനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, ബഹുമാനായ ഫ്രാൻസിസ് കല്ലറക്കൽ മെത്രാപ്പൊലീത്ത, ആർച്ച് ബിഷപ്പ് ജോസഫ് ചേനോത്ത് പിതാവേ, പ്രിയപ്പെട്ട ശ്രീ MP വീരേന്ദ്രകുമാർ സാർ, ശ്രീ പ്രസാനന്ദ സ്വാമി, ശ്രീ ബിനു ജോൺ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മാർ സെബാസ്റ്റ്യൻ എടയന്ത്ര പിതാവേ, വേദിയിലും സദസ്സിലുമുള്ള വൈദികരെ, സന്യാസിമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം എല്ലാവർക്കും. ആരാധ്യനായ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജന്മശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് എന്നോട് ഏറെ സ്നേഹവും
വാത്സല്യവുമുള്ള ചക്കിയത്ത് പിതാവും തേലക്കാട്ട് അച്ഛനും വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കത് വളരെ സന്തോഷകരമായ ഒരനുഭവമായിരുന്നു. നമ്മുടെ ഇടയിൽ ജീവിച്ച് മഹത്തായ ജീവിതത്തിൻ്റെ, വിശുദ്ധമായ ജീവിതത്തിൻ്റെ മാതൃകയായി തീർന്ന പാറേക്കാട്ടിൽ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു സായാഹ്നത്തിൽ വന്നു നിൽക്കാൻ കിട്ടിയ ഈ സന്ദർഭം ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പാറേക്കാട്ടിൽ പിതാവിനെക്കുറിച്ച് ഇവിടെ അദ്ദേഹത്തെ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളുടെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ വാക്കുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേട്ടും വായിച്ചും അറിഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഇടയിൽ ജീവിച്ച അത്യപൂർവമായ ഒരു മാതൃകാ പുരുഷനായിരുന്നു അദ്ദേഹം എന്നാണ്. പുണ്യശ്ലോകൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള ഒരാൾ, ഒരു ശ്ലൈഹിക ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം എങ്ങനെയാണ് എന്ന് പാറേക്കാട്ടിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. അത്യപൂർവമായ ഒരു മാതൃകയായി അത് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ക്രിസ്തീയമായ വിശ്വാസങ്ങളെ ഭാരതീയമായ ശൈലിയിൽ എങ്ങനെ സാക്ഷാത്കരിക്കാം, എങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ ചേർത്ത് നിർത്താമെന്നുള്ളൊരു അന്വേഷണം പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത് മറ്റ് ഒരു രാജ്യത്തുണ്ടായ രൂപം കൊണ്ട ഒരാശയമാണ് എങ്കിൽ പോലും അത് താൻ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ഇണക്കി ചേർക്കുക എന്ന് പറയുന്നത് അസാധാരണമായൊരു കാര്യമാണ്. പാറേക്കാട്ടിൽ പിതാവ് അത് നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹം കാവി ധരിച്ചു എന്നുള്ളത് കൊണ്ടോ, അദ്ദേഹം രുദ്രാക്ഷം ധരിച്ചു എന്നുള്ളത് കൊണ്ടോ, അദ്ദേഹം തൻ്റെ പ്രാർത്ഥനകൾക്ക് മുമ്പ് നിലവിളക്ക് കൊളുത്തി എന്നുള്ളത് കൊണ്ടോ മാത്രമല്ല, അത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരവുമായി തൻ്റെ മനസ്സിനെ, തൻ്റെ വിശ്വാസത്തെ ഏകീഭവിപ്പിക്കുക എന്ന് പറയുന്ന അത്യപൂർവമായ ഒരനുഭവമാക്കി തീർന്നു തൻ്റെ ജീവിതത്തെ. ഇതാണ് അത്യപൂർവമായ ഒരു മാതൃകയായി ഞാൻ കണ്ടത്. പാവങ്ങളോടുള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. എവിടെയാണ് ദൈവം പാർക്കുന്നത്? പള്ളിയിലാണോ, ക്ഷേത്രത്തിലാണോ, മോസ്കിലാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തർക്കിക്കാം. ദൈവം പാർക്കുന്നത് അവിടെ എവിടെയുമല്ല. അനാഥരും നിരാലംബരും പാവങ്ങളും ആയിട്ടുള്ള ആളുകൾ എവിടെയാണോ പാർക്കുന്നത് അവിടെയാണ് ദൈവം പാർക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പാറേക്കാട്ടിൽ പിതാവ് എന്നെനിക്ക് നിശ്ചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പാവങ്ങളുടെ ജീവിതത്തോട് ഒരു അനുതാപം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം നീളെ കൊണ്ടു നടക്കുകയും പ്രാവർത്തികമാക്കി തീർക്കുകയും ചെയ്തു. പാവങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ലാതെ തൻ്റെ ശ്ലൈഹിക ജീവിതത്തിനൊരു അർത്ഥമുണ്ടാക്കുക അസാധ്യമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ അധികാരസീമയിൽപ്പെട്ട സകലയിടങ്ങളിലും അദ്ദേഹം ആ സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തി, ആ സ്നേഹത്തിൻ്റെ തണൽ പരത്തി, സ്വാന്തനമുണ്ടാക്കി. അങ്ങനെ ഒരു സമൂഹത്തിന് മുഴുവൻ, ഞാൻ ക്രിസ്തീയ സഭകൾക്ക് മാത്രമല്ല, കേരളത്തിനൊട്ടാകെ, ഇന്ത്യക്കൊട്ടാകെ മനുഷ്യസ്നേഹ നിർഭരമായ ഒരു വിശ്വാസം അദ്ദേഹം സംഭാവന ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്. ശൂന്യതയാൽ നിറയപ്പെട്ട
മറ്റൊരു ശൂന്യതയാണ് മനുഷ്യൻ എന്ന് പറയാറുണ്ട്. ആ ശൂന്യതയിലാണ് ദൈവികമായ അനുഭവങ്ങൾ വന്ന് നിറയുന്നത്. പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജീവിതം നിരീക്ഷിക്കുമ്പോഴും അതുതന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പറയും സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് എന്ന്. എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയല്ല, സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. പാറേക്കാട്ടിൽ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ കർമ്മയോഗം പൂർത്തിയാക്കിക്കൊണ്ട് തെളിയിച്ചു തന്നത് അതാണ്. അദ്ദേഹം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകുകയാണ് ചെയ്തത്. ഭാഗ്യം എന്ന് വിളിക്കാവുന്ന ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ കർദിനാൾ പാറേക്കാട്ടിൽ പിതാവ് വന്നിരുന്നു. ഞാൻ പാലാ രൂപതക്കാരനാണ്, എലഞ്ഞിക്കാരനാണ്. എലഞ്ഞിയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് പെരുമ്പടവം എന്നുള്ളത്. ഞാൻ എലഞ്ഞി സ്കൂളിലാണ് പഠിച്ചത്. എന്നെ പഠിപ്പിച്ചത് ഞാൻ വളരെ ആദരവോടും ഭക്തിയോടും കൂടി ഓർമ്മിക്കുന്ന ഒരു പേരുണ്ട് എനിക്കെന്നും ഓർമ്മിക്കാൻ. എന്നെ മലയാളം പഠിപ്പിച്ചിരുന്നത് മലയാളത്തിൻ്റെ നിത്യയശസ്വിനിയായ മഹാകവിയത്രി മേരി ജോൺ തോട്ടമാണ്. സിസ്റ്റർ മേരി ബെനീഞ്ഞാമ്മയ്ക്ക് 70 വയസ്സ് തികയുന്ന ദിവസം. അതിൻ്റെ ഗംഭീരമായ ആഘോഷം ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നു. ആ ഗ്രാമം മുഴുവൻ പള്ളിക്കൂടത്തിൻ്റെ മൈതാനത്തുണ്ട്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് പാറേക്കാട്ടിൽ പിതാവാണ്. ഒരു ദിവസം കുറേ നേരം അദ്ദേഹത്തോട് അടുത്ത് ഒന്നിച്ചിരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്, ബെനീഞ്ഞാമ്മയെക്കുറിച്ച് പ്രസംഗിച്ചത് ഞാൻ എപ്പോഴും ഓർമ്മിക്കുകയും ചെയ്യും. ഒരു കവിയത്രിയെ അദ്ദേഹം പ്രശംസിച്ചത്, ബെനീഞ്ഞാമ്മയെ പ്രശംസിച്ചത് ഇത് ഇലഞ്ഞി പൂവാണെന്നാണ്. ഇത് ഇലഞ്ഞി പൂത്ത പൂവാണ് എന്നാണ്. ഇലഞ്ഞിപ്പൂവിനൊരു സവിശേഷതയുണ്ട്. അതിന് വാടിയാലും സുഗന്ധമുണ്ട്. വാടിയാലും സുഗന്ധമുള്ള ഒരു പൂവാണ് ഇലഞ്ഞിപ്പൂ. ബെനീഞ്ഞാമ്മയെ പാറേക്കാട്ടിൽ പിതാവ് ഇലഞ്ഞിപ്പൂവെന്ന് വിളിച്ചു. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ബെനീഞ്ഞാമ്മയുടെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കവിതയെക്കുറിച്ചും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞ് ഇന്ത്യയുടെ വേദേതിഹാസ പുരാണങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ ആ മനസ്സ് സഞ്ചരിക്കുന്നത് അത്ഭുതത്തോടുകൂടി ഇലഞ്ഞി നഗരം കേട്ടുകൊണ്ടിരുന്നു. ഒരു മഹാപുരോഹിതൻ്റെ വാക്കുകളായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കേട്ടിരുന്നത്. അതായിരിക്കുമ്പോൾ തന്നെ ഒരു വേദാന്തിയുടെയും കാവ്യമർമ്മജൻ്റെയും വാക്കുകളായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ വന്ന് നിറഞ്ഞത്. അങ്ങനെ ഒരു പകൽ എനിക്ക് ഓർമ്മിക്കാനുണ്ട് പാറേക്കാട്ടിൽ പിതാവിനെക്കുറിച്ച്. സത്യത്തിൽ ചക്കേത്ത് പിതാവ് വിളിക്കുമ്പോൾ ഇത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എൻ്റെ ജീവിതത്തിലൊരു മഹാഭാഗ്യം ബെനീഞ്ഞാമ്മയും പാറേക്കാട്ടിൽ പിതാവിനെയും ഒന്നിച്ചൊരു വേദിയെ കാണാനും അവരുടെ ഒപ്പം ഇരിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോഴാണ് ഇത്തരം മഹത്തായ മാതൃകകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധമായ ചിന്ത കൊണ്ട്, വിശുദ്ധമായ കർമ്മം കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു ഹേമന്ത കാന്തി അവരെ ഉണ്ടാക്കി. നമ്മുടെയൊക്കെ ഇരുണ്ട മനസ്സുകളെ, ഇരുണ്ട ജീവിതത്തെ പ്രകാശപൂർണമാക്കി തീർക്കുന്നത് ആ വിശുദ്ധമായ വെളിച്ചമാണ്. അത് നമ്മളെ ഭാവിയിലേക്കും നയിച്ചുകൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം. ആർഷഭാരത സംസ്കാരത്തെ അറിയുവാനും ആദരിക്കുവാനും തയ്യാറായ പാറേക്കാട്ടിൽ പിതാവ് കാവി ധരിച്ച ക്രൈസ്തവ മേലധ്യക്ഷനായിരുന്നു. ഇന്നത്തെ ജന്മശതാബ്ദി സമ്മേളനത്തെ അനുസ്മരണ സന്ദേശത്താൽ ധന്യമാക്കുവാനായി നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്രീ പ്രശാനന്ദ സ്വാമികളെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.